ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ഞങ്ങളിൽ ഒരു ട്രിപ്പ് പോയ കഥയാണ് കേട്ടോ. ട്രിപ്പ് എന്ന് വിചാരിച്ചതൊന്നും നടന്നില്ല, പക്ഷെ വിചാരിക്കാത്തതൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ വിചാരിച്ചതോടെ നടക്കണമെന്നിട്ട് ഇല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രിപ്പാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ടോ വ്ളോഗൊന്നും എടുക്കാത്ത, വീഡിയോസൊന്നും ഇടാത്ത. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ ആരും കണ്ട് വിഷമിക്കരുത്. എനിക്കാവുന്ന രീതിയിലല്ലേ എനിക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഈ കടലിൻ്റെ വെള്ളത്തോടെ ഇങ്ങനെ ബാക്കോട്ടും മുമ്പോട്ടൊക്കെ പോകുന്ന സ്ലോ മോഷനൊക്കെ കാണിക്കാനില്ല. അപ്പം ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ആക്കിയത് കേട്ടോ. പക്ഷെ എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ വീഡിയോസും വ്ളോഗ്സും ഒന്നും എടുക്കാനൊന്നും അറിയാത്ത ഒരാളാണ് ഞാനും. അതുകൊണ്ട് തന്നെ എനിക്കത്ര വ്യൂസും ഇല്ല. പിന്നെ എന്താ പറയുക, ഞാനിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും എനിക്ക് അധികം സബ്സ്ക്രൈബറൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്കാണ് ഒരുപാട് ആവശ്യമുണ്ട്. അങ്ങനത്തെ ഞാൻ കുറേ നേരം ഇങ്ങനെ വെള്ളത്തിൽ കളിച്ച് മുന്നോട്ടും പിന്നോട്ടും ഒക്കെ പോയി കളിച്ചു. പക്ഷേ സൺസെറ്റൊക്കെ നന്നായി അടിപൊളിയായിട്ട് തന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നൂറോ നിഹാലാണെങ്കിൽ വെള്ളത്തിൻ്റെ നടുക്ക് നിന്നിട്ട് അതിലൂടെ എങ്ങനെയോ കളിക്കുന്നുണ്ട്. എനിക്കൊന്നും അതിൽ തോന്നുന്നില്ല. പിന്നെ ഇതാ ഇങ്ങനെ ഇവിടെ പാർക്കിലുണ്ടാവുന്ന കുറേ എന്താ പറയുക, എന്തൊക്കെയോ ഉണ്ടല്ലോ, എയർ ഫ്ലൈ ഒക്കെ. അതിലൊക്കെ അവരൊക്കെ ഇരുന്ന് കുറേ അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അത്ര ഒന്നും ഹാപ്പിയില്ല. പക്ഷെ അവരുടെ ഹാപ്പി കണ്ടിട്ട് ഞാൻ അങ്ങ് സമാധാനിച്ചിട്ടിരുന്നതായിരുന്നു. ഞങ്ങൾ വയനാട് പോകണമെന്നിട്ട് വിചാരിച്ചതാണ്. പക്ഷെ ഞങ്ങൾ മാപ്പ് കൈ തന്നതാട്ടോ. കാരണം ഞങ്ങൾ ഇങ്ങനെ മാപ്പ് വെച്ച് പോയപ്പോൾ നമ്മൾ കർണാടക മാംഗ്ലൂരിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കർണാടക പോയി നമ്മൾ കേരള ബോർഡറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഈ മാപ്പിൻ്റെ മട്ടും ഭാവവും ഒക്കെ മാറിക്കിട്ടി കേട്ടോ. ഇപ്പോഴത്തെ ഈ സന്തോഷത്തിൽ നമ്മൾ വയനാട് ട്രിപ്പാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഈ ടൂറും ഈ മാർഗവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. കുറേ എന്തൊക്കെയോ പറഞ്ഞു, ഒരുപാട് സന്തോഷത്തിലാണ് പോയത്. പക്ഷേ ഇതിൻ്റെ പകുതിയില്ല, ഒരു ദിവസം കഴിഞ്ഞ് ഹോൾട്ടായിട്ട് പിറ്റേ ദിവസത്തിലാണ് കേട്ടോ നമുക്ക് മൂഡ് ഓഫ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ പോകുന്ന സന്തോഷത്തിൽ എല്ലാവരും ഇങ്ങനെ 2 കൈയും വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനും കുറേ അങ്ങനെ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ട് വ്ളോഗൊക്കെ ഇടണമെന്നിട്ട് വിചാരിച്ചിട്ട്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല കേട്ടോ. ഈ ടോൾ ഗേറ്റിലാണെങ്കിൽ ഒരുപാട് അങ്ങനെ എന്താ പറയുക, തമാശയും ചിരിയും കളിയായിട്ടും ഒക്കെയാണ് കേട്ടോ നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് തിരിച്ചു വരുമ്പോൾ ഈ സന്തോഷമൊന്നും നമ്മൾക്ക് ഉണ്ടായിട്ടില്ല. അത് വേറെ ഒരു കഥയാണ് കേട്ടോ. ആർക്കെങ്കിലും എന്നെ പോലത്തെ അനുഭവം ആയിട്ടുണ്ടോ എന്നിട്ട് ഒന്ന് കമൻറ്റ് ആക്കിയിട്ട് നമ്മൾ കുറച്ചും കൂടി ഗപ്ഷപ്പൊക്കെ ആക്കാം. പിന്നെന്താ ചെയ്യാല്ലേ, അങ്ങനെ ഇത് ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ സന്തോഷത്തിലില്ലേ, കേരളത്തെ റോഡിനെ കുറിച്ചിട്ടും അവിടുത്തെ വീട് ഇങ്ങനെ എന്തെങ്കിലും അവിടെ നല്ല ഹൈറ്റിൽ പൊക്കിയിട്ടുള്ള വീടുകളെല്ലാം കാണും. ഒരു വീടും അതിൽ ചെറുതായിട്ട് നടക്കും കാണില്ല. അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോയത്. കുട്ടികളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിലാണ് പോയിട്ട് ഒരാളാണെങ്കിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ ഞങ്ങൾ രാത്രി ആവാറായിട്ടുണ്ട്. ഇനി അങ്ങനെ പയ്യന്നൂർ വരെ എത്തി കേട്ടോ. നമ്മൾ ഇരിട്ടി വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇരിട്ടി കഴിഞ്ഞപ്പോൾ തന്നെയാണ് നമ്മുടെ മാപ്പ് നമുക്ക് കൈ തന്നത്. എന്ന് വെച്ചാൽ മാപ്പിൻ്റെ റൂട്ട് എന്തൊക്കെയോ ആയിപ്പോയി. പിന്നെ ഇത് രാത്രി ആകുമ്പോൾ ഒരു സ്ഥലത്ത് നിപ്പിച്ചിട്ട് നമ്മൾ ഇരിട്ടി ആ ഭാഗത്തൊക്കെ നിപ്പിച്ചിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഹോട്ടലിലാണ് ഇവിടെ സാധാരണ തട്ടുകട പോലത്തൊരു തട്ടുകടയിലാണ്. നമ്മൾ ഹൈഫൈ ആയിട്ടുള്ള ഹോട്ടലിലൊന്നും നിപ്പിച്ചിട്ടില്ല. കാരണം നമുക്ക് ഇനിയിപ്പോൾ ലോഡ്ജിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ കയറിയത്. അത്യാവശ്യം നല്ല മുറിയായിട്ടുള്ള നമുക്ക് എന്താ പറയുക, നമുക്ക് 5 പേർക്ക്, 3 കുട്ടികളായിട്ട് പിന്നെ നമുക്ക് 2 പേർക്കായിട്ടുള്ള നല്ലൊരു സൗകര്യത്തിലുള്ള ഒരു മുറി തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ വരെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. പിറ്റേ ദിവസത്തിൻ്റെ വിചാരമാണെങ്കിൽ പറയാനേ എനിക്ക് വയ്യ. അങ്ങനെ ഇത് വിചാരിച്ചതൊന്നും നടക്കാതെ നമ്മൾ തിരിച്ചു പോയതാണ്. നമ്മുടെ പോകുമ്പോൾ അവിടെ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ ഒരു മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പോകുമ്പോൾ പിന്നെ ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇതാണെങ്കിൽ നാസ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ വീട്ടിലോട്ടും എത്തി. രാത്രിയായോ അതേ വിഷമത്തോടെയാണ് നമ്മൾ കിടന്നുറങ്ങിയിട്ടുള്ളത്.